ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ സമയമായി എന്ന് സുപ്രീം കോടതി പറയുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. അത് നിയമനിർമ്മാണ സഭ പരിഗണിക്കട്ടെ. വാക്കാലുള്ള പരാമർശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നാണ് എന്നതുകൂടി പുറത്തേക്ക് വരികയാണ്. ബി ബാലഗോപാൽ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ബാലു, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശമുണ്ടായത്? 1937 ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ട ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകളുമായി ചോദ്യം ചെയ്തുള്ള കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് വിവേചനം സൃഷ്ടിക്കുന്ന ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയായിരുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി ഇന്ന് വന്നത്. ഇന്ന് ഇത് പരിഗണിക്കുന്നതിനിടയിലാണ്, ഈ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാല ബാഗ്ചി, ആർ മഹാദേവൻ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് ഈ യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ നിയമം വരേണ്ടതിന്റെ ആണ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യം എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. വ്യക്തി നിയമങ്ങളെക്കാളും ഓരോ മതവുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ലോസ് അഥവാ വ്യക്തി നിയമങ്ങളെക്കാളും മെച്ചപ്പെട്ടത് ഒരു ഏകീകൃത സിവിൽ നിയമമാണ് എന്ന ഒരു പരാമർശമായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ശരീഅത്ത് നിയമം ഈ റദ്ദാക്കണമെന്ന ആവശ്യം, ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ റദ്ദാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ വേണ്ടി കോടതി തയ്യാറായില്ല. കാരണം അങ്ങനെ അത് ഈ ഘട്ടത്തിൽ റദ്ദാക്കുക മറ്റും ചെയ്യുകയാണെങ്കിൽ അത് നിയമത്തിൽ ഒരു വാക്യൂം സൃഷ്ടിക്കും, അതായത് ശൂന്യത സൃഷ്ടിക്കുമെന്നാണ് ഈ കോടതി ചൂണ്ടിക്കാണിച്ചത്. കാരണം മുസ്ലിം പിന്തുടർച്ചാവകാശത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് വ്യവസ്ഥകളൊന്നും തന്നെയില്ല. ഈ സാഹചര്യത്തിലാണ് അതിലേക്ക് കടക്കുവാൻ വേണ്ടി കോടതി വിസമ്മതിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഏകീകൃത സിവിൽ നിയമം വേണമെന്ന ഒരു കാര്യത്തിൽ നിയമനിർമ്മാണ സഭകൾ ഇക്കാര്യം പരിഗണിക്കണമെന്ന ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഉത്തരവല്ല, മറിച്ച് കോടതിയുടെ അഭിപ്രായം എന്ന നിലയിലാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷനായ ബെഞ്ച് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. വളരെ ഈ സാമൂഹികമായിട്ടായും വ്യക്തിപരമായിട്ടായാലും ഒക്കെയുള്ള ചട്ടക്കൂടുകളുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തെ നയിക്കുന്ന, മുന്നോട്ട് പോകുന്ന, അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ ഉള്ളത് ഈ പറയുന്ന ശരീഅത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് വലിയ തോതിലൊരു വിവേചനം എന്ന നിലയിലേക്കടക്കം ഒരുപാട് കേസുകൾ അറിയാമല്ലോ, പല രീതിയിലൊക്കെ തന്നെ വരികയും അത് ബാലുവിനൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ വരുന്ന ഈ പരാമർശം ഗൗരവമേറിയാണ്. കേന്ദ്ര സർക്കാർ ഒരു പരിഗണനാ വിഷയമായി ഇത്തരം കാര്യങ്ങളെ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടി, അല്ലെങ്കിൽ വർഷങ്ങളായി നിൽക്കുന്ന ആ രീതിയിലുള്ള ഒരു പൊളിച്ചെഴുത്ത് വേണമെന്ന് ആവശ്യപ്പെടുന്ന, അതിൻ്റെ അനിവാര്യത പറയുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ ഒരു പരാമർശം വരുന്നത് അല്ലേ? പ്രതീക്ഷ, ഇതിൽ കേന്ദ്ര സർക്കാർ ഈ ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് നേരത്തെ പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ, പ്രത്യേകിച്ച് BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഏക സിവിൽ നിയമത്തിനെ സംബന്ധിച്ച് അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതിൽ നടപ്പാക്കണമെന്നൊരു ആഗ്രഹം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഇന്ന് കോടതി ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1937 ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട വിഷയം, ആ ശരീഅത്ത് നിയമം റദ്ദാക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ മറ്റൊരു ഈ പിന്തുടർച്ചാവകാശം, മുസ്ലിം സമുദായത്തിലെ പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ട് മറ്റു നിയമങ്ങളൊന്നും തന്നെ അവിടെ നിലവിലില്ല. അതൊരു ലീഗൽ വാക്യൂം അഥവാ ഒരു നിയമത്തിന്റെ ഒരു ഒരു ശൂന്യത അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് കോടതി ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തുവാനുള്ള കാര്യം. പക്ഷേ ഇത് വളരെ ഗൗരവമേറിയ ഒരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിർദ്ദേശമല്ല, മറിച്ച് ഒരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബൈൻഡിംഗ് അല്ല. പക്ഷേ ഈ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നതാണ് തീർച്ചയായും അതൊരു ബൈൻഡിംഗ് അല്ല. പക്ഷേ കോടതി ആ ഒരു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ സമയമായി എന്ന ഒരു പരാമർശം, വാക്കാലുള്ള ഒരു പരാമർശം നടത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.